കഴിഞ്ഞോടി മോളെ? നീ എന്തെങ്കിലും ജോലി ഉണ്ടാ? ഇല്ലമ്മ, ഇനി ഒന്നുമില്ല ചെയ്യാൻ. എല്ലാം കഴിഞ്ഞ്. ഇവിടെ എല്ലാം ഒന്ന് തുടച്ചിട്ടാലും മതിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ്. അവളെ കണ്ടില്ലല്ലോ അമ്മ ഇത്ര നേരമായിട്ട്. ആ, ഞാൻ വിളിച്ചായിരുന്നു. അവള് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എത്തുവള്. അവിടുത്തെ ഉമ്മ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം വിളിച്ചിട്ട് ഇവർക്കൂടെ വിരുന്ന് കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവളെ ഭയങ്കര കാര്യമാണല്ലോ. അത് പിന്നെ വേണമല്ലോ. വിരുന്നിന് വിളിക്കുമ്പോൾ ആദ്യം നിന്റെ അടുത്തിട്ടല്ലേ അവള് വരേണ്ടത്. അത് വേണം. അവര് വന്നെന്ന് തോന്നുന്നു. എത്ര നേരം കൊണ്ട് നിന്നെ കാത്തിരിക്കുക. ഇതെന്താ വണ്ടി തിരിച്ചങ്ങ് പോന്നേ? കേറുന്നില്ലേ? ആ, അതെ. ഇവിടെ എങ്ങാണ്ട് ഇക്കവിടെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ വഴി വെച്ച് കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഊണിന്റെ സമയമാകുമ്പോഴത്തേക്ക് വരും. വെറുതെ ഇവിടെ ഇരുന്നിട്ട് ബോറടിക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാനാ പറഞ്ഞെന്നാ പോയിട്ട് വരാമെന്ന്. അപ്പം ഇങ്ങ് വരും. നീ ആകപ്പാടങ്ങ് മാറിയല്ലോടി. നിന്റെ വേഷവും രൂപവും സംസാരവും ഒക്കെ. എങ്ങനുണ്ട് അവിടുത്തെ ജീവിതമൊക്കെ? ഉമ്മായും പാപ്പയൊക്കെ എങ്ങനുണ്ടടി? നല്ല ആൾക്കാർ തന്നെയാണോ? ഓ, അവിടുത്തെ വിശേഷം പറഞ്ഞാലൊന്നും തീരത്തൊന്നുമില്ല. നല്ല വിശേഷം തന്നെയൊക്കെയാണ്. അവിടുത്തെ ഉമ്മായും പാപ്പായും ആൾക്കാരും ഒക്കെ നല്ല തന്നെ. പിന്നെ അവരുടെ ബന്ധുക്കളാണെങ്കിലോ ഒന്നിനൊന്നിനും മെച്ചവാ. നല്ല ആൾക്കാരൊക്കെ തന്നെയാ. ആ, അതൊക്കെ നിന്റെ ഭാഗ്യം. പിള്ളേരെന്തേ? ഒരനക്കവും ഇല്ലല്ലോ. അവർക്കുള്ള ചോക്ലേറ്റും ഒക്കെ മേടിച്ച് വണ്ടിക്കകത്താ. അനി വരുമ്പോ അതങ്ങ് എടുത്തു തരാം. ഞാനത് എടുക്കാനങ്ങ് മറന്നും പോയി. എന്തേ അവര്? ആ, അവര് അപ്പുറത്തുനിന്ന് കളിക്കുന്നു. ഇവിടെ നിന്നാൽ അറിയാമല്ലോ, പൊരിപ്പിച്ച് നാശമാക്കിയിടും. ഞാനിവിടെ വൃത്തിയാക്കിയും തുടച്ചല്ലേ വൃത്തിയാക്കിയിട്ടിരിക്കുക. ഞാൻ ഒരറ്റത്ത് വൃത്തിയാക്കുമ്പോൾ അവർ പിന്നെ ഇപ്പുറത്തൊക്കെ വൃത്തികേടാക്കും. അതുകൊണ്ട് അപ്പുറത്തുനിന്ന് കളിക്കുക. നീ വന്നിട്ട് വിളിക്കാന്ന് വിചാരിച്ച്. വേണ്ട, വിളിക്കൊന്നും വേണ്ട. ഇനി ഇങ്ങോട്ട് വെച്ചിട്ട് ഇനി വീണ്ടും ഇവിടെ വൃത്തികേടാക്കണ്ട. ഇക്കയും കൂടെ ഇങ്ങോട്ട് വരാനുള്ളതല്ലേ. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ അവര്. പിന്നെ വിളിച്ചാൽ മതി. എടി, ഇനി നീ എപ്പോഴാ അങ്ങോട്ട് വരുന്നത്? അവിടുത്തെ ഉമ്മ നിന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചിരിക്കുക. നിനക്കും നിന്റെ കെട്ടിയവനൊക്കെ വിരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക. ഒരു സൗകര്യം തരുന്നില്ല എനിക്ക്. എപ്പോഴാ നീ അങ്ങോട്ട് വരുന്നത്? ഓ, അത് വേണ്ടടി. നിന്റെ വീട്ടിലോട്ട് വരുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അവിടുത്തെ വഴിയും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. വെള്ളം പോലും കുടിക്കത്തില്ല. എന്തൊരു വൃത്തികേടാ അവിടെ. പിന്നെ ആണെങ്കിലോ, കാറ് പോലും നിങ്ങളുടെ വീടിന്റെ വാതയ്ക്ക് വന്നിക്കത്തൊന്നുമില്ല. എത്ര വീട് കഴിയണമെന്ന് അറിയാം നിന്റെ വീട്ടിലോട്ട് വരണമെങ്കിൽ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൃത്തികേടും അടുപ്പിച്ചടുപ്പിച്ചുള്ള വീടും. പിന്നെ ഓരോരുത്തർക്കും മറുപടി പറഞ്ഞു വേണം നിന്റെ വീട്ടിലെത്താനായിട്ടൊക്കെ. അത് ഇവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇവര് അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ബന്ധുക്കാരുടെ വീട്ടിലൊക്കെ ചെന്നാൽ ഒന്നിനൊന്നിനും മെച്ചവാ. ഇതിപ്പോ അത് വേണ്ടാടി. എനിക്കും നാണക്കേടാ. അതിന് നാണക്കേട് എന്താടി? നിന്റെ കൂടപ്പുറപ്പിന്റെ വീട്ടിലല്ലേ പോകുന്നത്. അതിനെന്താ ഇത്ര വലിയ നാണക്കേട്? എല്ലാം അറിഞ്ഞോണ്ടല്ലേ കല്യാണമൊക്കെ കഴിച്ചിരിക്കുന്നത്. നമ്മൾ സാധുക്കളാണെന്നറിയാമല്ലോ. പിന്നെന്താ കുഴപ്പം? കാര്യമൊക്കെ ശരി തന്നെ അമ്മ. പക്ഷെ എൻ്റെ ഒരു നിലയും വിലയും കൂടെ നോക്കണ്ടേ? ഞാൻ പറഞ്ഞോ കാശുള്ള വീട്ടിൽ എനിക്ക് കെട്ടിച്ചൂടാനും? അവരുടെ സത്യസം കൂടെ ഞാൻ നോക്കണ്ടേ? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്കല്ലേ നാണക്കേട്. ചുമ്മാതാണെങ്കിലും അവർ തമാശയായിട്ടെങ്കിലും ചോദിക്കത്തില്ലേ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണോ നിന്റെ ആൾക്കാർ താമസിക്കുന്നതെന്നൊക്കെ. പ്രത്യേകിച്ച് ഇവിടെ എൻ്റെ കൂടപ്പിറപ്പ്. അവിടെ വീട്ടിലൊക്കെ കൊണ്ടുപോകുന്ന പറഞ്ഞാലും എനിക്ക് ബുദ്ധിമുട്ടാണ് ഉമ്മ. ഇവിടത്തൊക്കെ എത്ര നാളുകൊണ്ട് ഞാൻ പറയാം, അവിടെ നിന്ന് നിങ്ങളൊരു വീടെടുത്ത് മാറും. അവളാണെങ്കിൽ മാറത്തുമില്ല. അവളും അവിടെ തന്നെ അഴുക്കും ചാലുകളൊക്കെ ഇട്ടും അവൾക്കും ശീലം തന്നെ. ഇപ്പം തന്നെ കോലം തന്നെ കണ്ടില്ലേ. വീറും വൃത്തിയുണ്ട് ഇവക്ക്. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടമ്മ. അവരുടെ ബന്ധുക്കാരുടെ വീട്ടിലൊക്കെ പോയിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയതേ ഉള്ളൂ. എന്തുമാതിരി വീടും പരിസരമൊക്കെ അവരെ കാണാൻ തന്നെ. നമ്മുടെ ഏതെങ്കിലും ബന്ധുക്കാർക്കുണ്ടോ ഇതേപോലത്തതൊക്കെ? എനിക്കിപ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ പോകാൻ തന്നെ എനിക്ക് മടിയാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒഴിവേട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. പിന്നെയല്ലേ ഇനി ഇവിടെ ഇതിലോട്ട് പോകുന്നത്. നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. കാര്യം പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കണമല്ലോ. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇവരെയൊക്കെ കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടാണ്. നീ ഓർക്കാതെ വിഷമിക്കൊന്നും വേണ്ട. പിന്നെ പെട്ടെന്നൊരു വീട് മാറാലും വിൽക്കലും അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. ഇപ്പോൾ അതിലെളുപ്പം നല്ലത് അവിടുത്തെ ഉമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാ. അതിനെന്തെങ്കിലും ഞാൻ പറഞ്ഞോളാം. നീ അതുകൊണ്ട് അങ്ങോട്ടൊന്നും വരാൻ വേണ്ടി നിൽക്കുകയൊന്നും വേണ്ട. അല്ലേ? നീ നിന്റെ നിലപാടും സാഹചര്യത്തിനൊത്ത് നീ ജീവിക്കുക. അതാ വേണ്ടത്.
നിന്നെ കാണുമ്പോഴൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമല്ലോ, അത് കുഴപ്പമൊന്നുമില്ലല്ലോ. നീയുമായിട്ട് സംസാരിക്കേ, ഞാനേ ഈ വേഷമൊക്കെ ഒന്ന് മാറി നിൽക്കട്ടെ, മൊത്തം പുഴുത്ത് നിൽക്കുവാ ഞാൻ ഒന്ന് കുളിച്ചിട്ട് പിള്ളേരെ വിളിച്ചോണ്ട് വരാം. എന്തായാലും നീ ആ പറഞ്ഞത് ശരിയായില്ല. അവൾക്ക് നല്ല വിഷമമുണ്ട് അവൾക്ക്. ഇപ്പോൾ നിനക്ക് കിട്ടിയ ഭാഗ്യം അവൾക്കില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് നീ ആരെയും താഴ്ത്തി കെട്ടരുത്. എല്ലാവരെ പോലെ ആവില്ല എന്ന് നീ മനസ്സിലാക്കണം. എന്തായാലും പറഞ്ഞത് ഒട്ടും ശരിയായില്ല. അവിടെ സാഹചര്യം അതങ്ങനെയാണ്. നിന്റെ ഭർത്താവിനെ പോലത്തെ ഉദ്യോഗമൊന്നുമില്ല, അവൻ സാധാരണക്കാരനാണ് അവൻ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കാനേ പറ്റത്തുള്ളൂ. എന്നാലും ഇത്രയും വേണ്ടായിരുന്നു മോളെ.